ഹായ്, അതുണ്ടല്ലോ ഇന്നൊരു ഷോപ്പിങ്ങിന് പോയതാണ്. പക്ഷേ അവിടെ കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ കാണിച്ചപ്പോൾ എനിക്കത് വീഡിയോ എടുക്കണമെന്ന് തോന്നിയേ. ഇന്ന് ശരിക്കും കോസ്കോയിൽ പോയപ്പോഴാണ് എനിക്ക് ശരിക്കും 2025 തീരാൻ പോവുകയാണ്. ക്രിസ്മസിൻ്റെ വൈബ് ഒക്കെ എല്ലായിടത്തും ആയി, ഗിഫ്റ്റും കാര്യങ്ങളും ഇവിടെ കുറച്ചും കൂടി കൂടുതൽ ആഘോഷിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പലതരത്തിലുള്ള ഗിഫ്റ്റുകളൊക്കെ കണ്ടായിരുന്നു. എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല 2025 തീർന്നു അല്ല തീരാൻ പോവുകയാണ് എന്നുള്ളത്. അപ്പം ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും വീട്ടിൽ പോയിട്ട് ഉണ്ടാക്കണം. കേക്കായിരുന്നു മനസ്സിൽ വന്നത്. പക്ഷേ മടിയായതുകൊണ്ട് സമയമില്ലാത്തതുകൊണ്ട് ഒരു പുഡിങ്ങിൽ ഒതുക്കാമെന്ന് വെച്ച്. ക്യാരമലൈസ് ആയിട്ടുള്ള പുഡിങ്ങില്ലേ, അതാകുമ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ്. അത്യാവശ്യം സാധനങ്ങളും ബ്രെഡും ഒരപ്പച്ചമ്പും ഒക്കെ ഉണ്ടെങ്കിൽ കാര്യം സെറ്റാണ്. പിന്നെ ഇതിൽ കാണിക്കുന്ന പോലെ കണ്ടൻസ് മിൽക്കൊന്നും വേണമെന്നില്ല, പഞ്ചസാര ചേർത്താൽ മതി. ഞാൻ കണ്ടൻസ് മിൽക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അത് ചേർത്തു, പഞ്ചസാര ഒഴിവാക്കി. രണ്ടായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ളവർക്കൊക്കെ നമ്മളൊരു പ്രായം എത്തിക്കഴിഞ്ഞിട്ടാണ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ കഴിക്കാനും അല്ല ഉണ്ടാക്കാനായിട്ടൊക്കെ ഇത് ചെയ്യുന്നത്. പണ്ടൊന്നും നമ്മുടെയൊന്നും വീട്ടിൽ ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെ വാങ്ങി കഴിക്കാനുള്ള ഇതോ അങ്ങനെയൊന്നുമില്ല. അങ്ങേറ്റം പോയി കഴിഞ്ഞാൽ ഒരു പപ്സ് അതിൽ തീരും. നമ്മുടെയൊക്കെ ഈവനിങ് സ്നാക്സോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന കൊഴുക്കട്ട, അമ്മ ഉണ്ടാക്കുന്ന അവൽ നനച്ചത്, ചിലപ്പോൾ പായസമൊക്കെ ആണെങ്കിൽ പിന്നെ ഗ്രാൻഡാണ് അന്നത്തെ ദിവസം. ഇതിനാകെ പാടുള്ളത് ഈ ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ക്യാരമലൈസ് ചെയ്യുക, പിന്നെ നമ്മൾ മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്നത് ഒഴിക്കുക. അപ്പച്ചമ്പുണ്ടെങ്കിൽ അതിലൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഞാനിപ്പം ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. പരിപാടി കഴിഞ്ഞു. ഇതിൻ്റെ കൂട്ടത്തിൽ വാനില ഐസ്ക്രീം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ഉണ്ടാക്കണം നോക്കുന്നവരൊക്കെ ഉണ്ടാക്കി നോക്ക്. അപ്പോൾ ബൈ.